ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 1 മാസം ആവാനായെങ്കിലും ബിഗ് ബോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അന്നേരം അൺഫോളോ ചെയ്യും. അതായത് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം ഇൻസ്റ്റാഗ്രാമിൽ പോവും, എന്നിട്ട് അൺഫോളോ ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ PR വിനുവും നമ്മുടെ അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ആദില നൂറയും ഷൈത്തിയും, അയ്യോ ശൈത്യ എവിടെയോ വാരണാസിയിലേറ്റോ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശൈത്യയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ശൈത്യയും ആദില നൂറയും ഭയങ്കര കമ്പനിയായിരുന്നല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം സംഭവം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ആദില നൂറയ്ക്ക് ശൈത്യ ആരാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പം എപ്പിസോഡുകളൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ശൈത്യേനെ ഇനി അധികം നാൾ കൂടെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും എന്നുള്ള നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ആദിലയും നൂറയും ശൈത്യം തമ്മിൽ അൺഫോളോ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസ്താനിയും മണവാളൻ അറിയില്ലേ, മസ്താനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മണവാളൻ. അങ്ങനെ മസ്താനി ബിഗ് ബോസിലേക്ക് പോകുന്നു. മണവാളൻ ആ സമയത്ത് ഏകദേശം എയറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതായത് അറിയാലോ മണവാളൻ്റെ ഒരു മറ്റേ ഗുസ്തി പരിപാടി. അപ്പോൾ അതിൽ ഏകദേശം മണവാളൻ എയറിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മസ്താനി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മസ്താനീനെ നമ്മുടെ മണവാളൻ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് മസ്താനി അവിടെ ഇവിടെ തൊടാതെ മണവാളിനെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക ഗസ് ചെയ്തു, ഇത് മണവാളിനെക്കുറിച്ചല്ലേ മസ്താനി പറയുന്നത്, മസ്താനി ആദ്യം ബിഗ് ബോസിൽ പോയ സമയത്ത് എമ്മാതിരി നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരിച്ചു വന്നു, പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഒരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മസ്താനിക്ക്. ആ സമയത്ത് മസ്താനി പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മസ്താനീൻ്റെ സ്റ്റോറികളിൽ കൂടെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത്, മസ്താനീൻ്റെ കൂടെ ആ സമയം വരെ ഉണ്ടായിരുന്ന, അതായത് നല്ല കാലത്തുണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ കൂട്ടുകാർ, ഫ്രണ്ട്സ്, മസ്താനിക്കൊരു മോശം സിറ്റുവേഷൻ വന്ന സമയത്ത്, മസ്താനി എയറിൽ പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പല രീതിയിലും മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട്, ഇത് നമ്മുടെ മണവാളിനെ കുറിച്ചല്ല പറയുന്നത്, മണവാളനല്ലേ നിങ്ങളുടെ ഫ്രണ്ട്, മണവാളിനൊരു പോസ്റ്റ് പോലും ഇട്ട് കണ്ടില്ലല്ലോ എന്നെങ്കിൽ ഇങ്ങനെ അടക്കം പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് സത്യസന്ധമായിട്ടുണ്ടായിരുന്ന കാര്യമാണ് എന്നുള്ളത് മണവാളൻ ഇപ്പം വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താനി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് മണവാളൻ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് മസ്താനീൻ്റെ ഒരു പരാതി. അപ്പം മണവാളൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യാനും മാത്രം എന്താണ് അതിൻ്റെ അകത്ത് മസ്താനി കാണിച്ചതെന്നാണ് ചോദിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പാടില്ലല്ലോ. ഓക്കെ, എന്തായാലും മസ്താനിയായിട്ടുണ്ടാക്കിയ ചീത്തപ്പേര്, അതായത് നെഗറ്റിവിറ്റി, രണ്ടാമത് റീ എൻട്രിയിലൂടെ, അതായത് ഒന്നും മിണ്ടാതെ, ആദ്യം മസ്താനി അതിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് നല്ലോണം മിണ്ടിയത് കൊണ്ടാണ് നെഗറ്റീവ് അടിച്ചത്. ഓക്കെ, രണ്ടാമത് റീ എൻട്രിക്ക് പോയപ്പം ഒന്നും മിണ്ടാതെ, അതായത് നമ്മുടെ ഡു നത്തിങ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, 5 സ്റ്റാർ കഴിക്കൂ ഒന്നും ചെയ്യാതിരിക്കൂ, ആ സാധനം മസ്താനി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല. അതോടുകൂടി മസ്താനി പുറത്തിറങ്ങുമ്പം ഇതെന്താണ്, എനിക്ക് വട്ടായതാണോ ചുറ്റുമുള്ളവർക്ക് വട്ടായതാണോ എന്നുള്ള സെറ്റപ്പായിരുന്നു. അതായത് അതോടുകൂടി മസ്താനീൻ്റെ നെഗറ്റിവിറ്റി മൊത്തം മാറി. അത് നേരെ നമ്മുടെ RJ വിൻസീൻ്റെ തലയിലിട്ട് പോയി വീണു. RJ വിൻസിക്ക് എന്താണ് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പം നാട് നീളെ നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഓരോ ഇൻ്റർവ്യൂവിനും നല്ല എമൗണ്ട് കിട്ടുമല്ലോ. അതായത് ഫസ്റ്റ് അടിച്ചതും സെക്കൻഡ് അടിച്ചതുമായിട്ടുള്ള, അത് ബിഗ് ബോസ് ഫസ്റ്റ് അടിച്ചതും സെക്കൻഡ് അടിച്ചതുമായിട്ടുള്ള ആളുകൾക്ക് പോലും ഇത്രയും ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇൻ്റർവ്യൂസ് കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മുടെ മസ്താനി RJ ബിൻസിയും പിന്നെ അപ്പാനി സൈഡിലൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ നൈസായിട്ട് ഇവരുടെ കുറച്ച് കോൺട്രവേഴ്സീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, ഒളിക്യാമറ. നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും വലിയ പറയാൻ വേണ്ടി വലിയ കാര്യമാക്കാൻ നിന്നിട്ടില്ല. എല്ലാം അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളാണെന്ന് വിചാരിച്ച് നമ്മളത് വിട്ട്, അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരാണ് മെയിനായിട്ട് ഇൻ്റർവ്യൂകളിൽ തിളങ്ങി നിൽക്കുന്നത്. ഓരോ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. RJ വിൻസി എന്തായാലും നെഗറ്റീവായി, എന്തായാലും ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ സ്വന്തം വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സ് വരെ ഓഫാക്കിയിട്ടാണ് ഇപ്പോൾ RJ വിൻസി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് പറയും, അയ്യോ എനിക്കാരും പേടിയൊന്നുമില്ല, ഞാൻ എയറിലൊന്നുമല്ല, ഞാൻ നിലത്ത് തന്നെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വിടും. എന്നാലും ആൾ കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻസി ഇപ്പോൾ എയറിലായി, മസ്താനി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ മണവാളൻ ഒരു മികച്ച ഒരു റിപ്ലൈയുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ
മസ്താനിനെ കുറിച്ച് ഉള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ. ഈ മണവാളൻ എപ്പോഴാണ് എയറിൽ നിന്ന് താഴെ വന്നതെന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലായത്. എന്തായാലും മണവാളൻ്റെ ഡയലോഗ് അടി നമുക്കൊന്ന് കണ്ടു നോക്കാം. മണവാളനും മസ്താനി അടിച്ചു പിരിഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും വരണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ പലരും ചോദിച്ചു തുടങ്ങി, ഏത് നൈസായിട്ട് എന്ത് ചെയ്ത് മസ്താനെ ഒഴിവാക്കിയില്ലേ, അവർക്ക് നെഗറ്റീവ് വന്നപ്പോൾ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഇനി എന്ത് ചെയ്ത് മറുപടി പറഞ്ഞിരിക്കും മതിയായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇനി എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണത്തിൽ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഈ വീഡിയോ പല മീഡിയക്കാരായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പലരും അയച്ചു തന്നിരുന്നു. ഇത് എന്ത് സംഭവം. അപ്പൊ ഞാൻ പിന്നെ അവർക്കൊന്നും അങ്ങനെ പ്രോപ്പറായിട്ടില്ല, ഞാൻ ചിരിച്ച് പണി ഇമോജിട്ട് വിട്ട് കൊടുക്കായിരുന്നു. പക്ഷെ ഇതുപോലെ എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇപ്പൊ മറുപടി കൊടുത്ത് മതിയാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാൻ കാരണം. എന്താണ് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ എന്റെ ഭാഗത്ത് നിന്ന്. ഞാൻ ആരും അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പൊ വേറെ പലരും ചോദിക്കുന്നുണ്ട്, പിന്നെ ലൈവ് ഇരുന്നപ്പോൾ ലൈവിൽ ഫുൾ സ്പാം വരുന്നു. എന്ത് മസ്താനെ അൺഫോളോ ചെയ്തോ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ല. സത്യമാണ്, എന്ത് ഇൻസ്റ്റയിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, അൺഫോളോഡ് ആണ്. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഇതൊന്നുമില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ള എന്ത് ചെയ്ത് ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഇപ്പൊ മസ്താനി ബിഗ് ബോസിൽ പോകുന്നത് വരെ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവൾ പറയുന്നത്. അതിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ അടിയാവുന്നത്. അവൾ എന്ത് ചെയ്ത് അവളാണ് പണി പോയത്. അപ്പൊ ബിഗ് ബോസിൽ കയറിയപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയൽ, ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം. ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതാണ് സംഭവം, ചെറിയ സംഭവം. അതായത് കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ പരിപാടികളില്ലേ, അത്രേ ഉള്ളൂ. അതായത് ബിഗ് ബോസിൽ പോയ സമയത്ത് ചങ്ങായി സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മസ്താനി ഒരു കാര്യം മനസ്സിലാക്കണം, മസ്താനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മസ്താനി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആദ്യം ചെന്ന സമയത്ത്. പിന്നെ രണ്ടാമത് ചെന്ന സമയത്ത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതായത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. മസ്താനി നല്ലൊരു അഗ്രസീവായിട്ടുള്ളൊരു പ്ലേ തന്നെ ആയിരുന്നു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാനും മാത്രമുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ അൺഫോളോ ക്യാമ്പയിനിൽ ഇങ്ങനെ നിങ്ങൾ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ല പരിപാടിയല്ല. ഓക്കെ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇത് നമ്മളിപ്പോൾ നിങ്ങൾ അൺഫോളോ ചെയ്താൽ എന്താ, ഫോളോ ചെയ്താൽ എന്താ, നിങ്ങൾ തമ്മിൽ ഉടക്കിയാൽ എന്ത്, അടിയാക്കിയാൽ നമുക്കെന്ത്. പക്ഷേ ഇതിങ്ങനെ ഒരു സംഭവം കണ്ടപ്പം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലുണ്ടായിരുന്നവർ തമ്മിൽ അവിടെ നല്ല കമ്പനി ആയിരുന്നവരും അല്ലെങ്കിൽ കുറച്ച് നാൾ കമ്പനി ആയിട്ട് നടന്നവരും എല്ലാം തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നു, അൺഫോളോ ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, അൺഫോളോ ചെയ്യുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വിനു പിയാറും അനുമോളുമാണ്. അപ്പോൾ അനുമോളിൻ്റെ അൺഫോളോ ആ ഒരു സംഭവത്തിന് ശേഷം വിനു പിയാർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അനുമോളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ അടിയിൽ വിനു പറയുന്നുണ്ട്, അതായത് ദിസ് ഈസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ബട്ട് ഐ വാണ്ട് ടു അഡ്രസ് സംതിങ് ബ്രീഫ്ലി. ഐ വോക്ക് അപ്പ് ടു വേരിയസ് ഡിസ്കഷൻ ഓൺ യൂട്യൂബ്, സം portraying me negatively and some portraying animal negatively. I do not wish to discuss or engage with any of it എന്ന് പറഞ്ഞിട്ട് വലിയൊരു കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് കാണുന്നവരാരും തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട, അത് നമ്മുടെ ഇടയിലുള്ള ചെറിയൊരു പ്രശ്നമാണ്. സംഭവം എനിക്ക് തോന്നുന്നു പണ്ടേ വിനു, അതായത് ഈ അനുമോള് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ വിനുവിൻ്റെ ചില പരിപാടികൾ കുറച്ച് മോശമായിരുന്നു. അതായത് വിനു ആണ് നമ്മുടെ അനുമോളുടെ PR എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊതുവെ ചർച്ച ചെയ്യുന്ന സമയത്ത്, അതായത് പുറത്തും അകത്തുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് വിനു ഇവിടെ എന്ത് ചെയ്തു, നൈസായിട്ട് നനഞ്ഞ ഇടം കുഴിക്കുക എന്ന് പറയും. പുറത്ത് ഇരുന്ന് ചാനലുകളൊക്കെ പോയിരുന്നിട്ട് ഞാൻ അനുവിൻ്റെ PR ആണ്, ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി. അതായത് നൈസായിട്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളീനെ കുറച്ച് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ അനുമോൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും 10-16 ലക്ഷം രൂപ കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഇവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, അനുമോളുടെ സ്വഭാവത്തിന് അനുമോൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെ പലതായിരിക്കും. എന്തായാലും നൈസായിട്ട് വിനു ഇതിൻ്റെ ഇടയിലൂടെ സ്വന്തം ബ്രാൻഡ് കെട്ടിപ്പടുക്കാനും കൂടെ നോക്കി. അതായത് അനുമോളുടെ ചിലവിൽ ബിനുവും ഒന്ന് ഫെയിമായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും PR എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരാണെന്നുള്ളത് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സീസണോട് കൂടി PR വരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സെറ്റപ്പിലേക്ക് മാറി. അപ്പോൾ എന്തായാലും അതൊക്കെ ഇപ്പം കലങ്ങി തെളിഞ്ഞ് അനുമോൾക്ക് കാര്യം മനസ്സിലായി തോന്നുന്നു. എന്തായാലും ഇവർ പിണങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് മനസ്സിലാകുന്നു, പക്ഷേ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൈത്തിയും ആദില നൂറേയും. ഇനി അങ്ങനെ ആരൊക്കെ അൺഫോളോ ചെയ്യാൻ വേണ്ടി കിടക്കുന്നു അല്ലേ? ഓരോരോ എപ്പിസോഡുകളായിട്ട് ഓരോന്ന് കാണുന്ന സമയത്ത് പലരും ഇതേപോലെ അൺഫോളോയും ഫോളോയും ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്തായാലും കൊള്ളാം. ബിഗ് ബോസും കഴിഞ്ഞ്
കപ്പിൻ്റെ അടിയിൽ മറ്റേ വേര് മുളയ്ക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ടും ഇതിങ്ങനെ കുറച്ച് നാൾ നടക്കും. അടുത്തൊരു ബിഗ് ബോസ് വരെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പൊട്ടിത്തെറികളൊക്കെ നടക്കും. അത് നമുക്കിങ്ങനെ കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.